ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. അജിത് കുമാറിനെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഷവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ്. ഷവീദ്, ഈ ഉറപ്പ് ബിനോയ് വിശ്വത്തിന് കിട്ടി എന്നാണോ? ഈ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് AKG സെന്ററിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് ഈ ഉറപ്പ് നൽകി എന്നുള്ള വിവരമാണിപ്പോൾ ബിനോയ് വിശ്വം ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മറ്റംഗങ്ങളോട് അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് അത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട DGP ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം മുഖ്യമന്ത്രി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് CPI സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം, ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്നുള്ളതും, രണ്ടാമത്തേത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തണമെന്നുള്ളതും. അതായത് ഈ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൽ മന്ത്രിസഭാ യോഗം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ത്രിതല അന്വേഷണത്തിനുള്ള ഉറപ്പ് അല്ലെങ്കിൽ തീരുമാനം അത് മന്ത്രിസഭാ യോഗം എടുത്തു. അതിനൊപ്പം തന്നെ CPIക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു ഉറപ്പാണ് അത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ളത്. 2 ദിവസം കാക്കണം, റിപ്പോർട്ട് വരുന്നതുവരെ കാക്കണം എന്നുള്ള കാര്യമാണ് CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്, ബിനോയ് വിശ്വത്തോട് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആ തീരുമാനം ഇന്ന് ബിനോയ് വിശ്വം CPMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അറിയിച്ചിട്ടുണ്ട്. ഒരേ അഭിപ്രായമാണ് CPIക്ക് ഈ വിഷയത്തിലുള്ളത്. എക്സിക്യൂട്ടീവിൽ ഒരേ അഭിപ്രായമാണ് ഉയർന്നിട്ടുള്ളത്. അതേസമയം ഈ തീരുമാനം വൈകുന്നതിൽ CPIക്കുള്ളിൽ ചില അതൃപ്തികൾ, ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഈ തോമസ് ചാണ്ടി വിവാദവുമായി ബന്ധപ്പെട്ട ആ തീരുമാനം വൈകിയപ്പോൾ ക്യാബിനറ്റ് അടക്കം ബഹിഷ്കരിക്കുന്ന CPI മന്ത്രിമാരെ നമ്മൾ കണ്ടു. ഇപ്പോൾ സ്വാഭാവികമായും അത്രയും കടുത്ത തീരുമാനത്തിലേക്കൊക്കെ CPI മന്ത്രിമാർ പോകുന്ന കാര്യത്തിലുള്ള ആലോചനയും ഇതിനോടകം തന്നെ CPIയിൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് CPI ഇപ്പോഴും വിശ്വസിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ഷവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.